സെപ്റ്റംബറിൽ ആപ്പിൾ iOS 16 റിലീസ് ചെയ്തതിനോടൊപ്പം പതിവിൽ നിന്ന് വിപരീതമായിട്ട് iPadOSും macOSും ആപ്പിൾ സ്കിപ്പ് ചെയ്തു. അതിനുശേഷം നമ്മൾ കാണുന്ന ഒക്ടോബർ പകുതിയോടെയാണ് ഈ പറഞ്ഞ രണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ആപ്പിൾ ലോഞ്ച് ചെയ്തത്. ഈ ലോഞ്ച് ചെയ്തതിലും ഒരു പ്രത്യേകത ഉണ്ട്. iPadOS 16 പകരം ആപ്പിൾ iPadOS 16.1 ആണ് റിലീസ് ചെയ്തത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് iPadOS 16 എന്ന് പറയുന്നത് ബഗ്ഗുകളുടെ ഒരു കൂമ്പാരമായിരുന്നു. ഈ ഒരു കാരണത്താലാണ് വെൽ സ്റ്റേബിൾ ആയിട്ടുള്ള iPadOS 16.1 റിലീസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ നമ്മൾ iPadOS 16.1 അപ്ഡേറ്റിൻ്റെ പുതിയ ഫീച്ചേഴ്സ്, ചേഞ്ചസ്, കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യം iPadOS 16 സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഐപാഡുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇത് കറൻ്റ്ലി നിലവിലുള്ള സകല iPad പ്രോയിലും 3rd ജനറേഷൻ മുതലുള്ള iPad എയറുകളിലും 5th ജനറേഷൻ മുതലുള്ള നമ്മുടെ ബേസ് മോഡൽ ഐപാഡിലും അതോടൊപ്പം തന്നെ 5th ജനറേഷൻ 6th ജനറേഷൻ ഈ കാണുന്നതാണ് 6th ജനറേഷൻ iPad mini. അപ്പോൾ ഈ രണ്ട് iPad മിനികളിലുമാണ് കറൻ്റ്ലി iPadOS 16 സപ്പോർട്ട് ചെയ്യുന്നത്. ആപ്പിളിലെ iOS 16 പോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നല്ല ബേസുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് iPadOSും. അതിന് നമ്മുടെ ഇടയിൽ ധാരാളം ആരാധകരുമുണ്ട്. കാരണം ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഒരു മാർക്കറ്റ്, ഐപാഡിൻ്റെ മാർക്കറ്റ് ഇപ്പം പതുക്കെ ഗ്രോ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. എസ്പെഷ്യലി ഡിസൈനേഴ്സ് ആൻഡ് മെഡിക്കൽ സ്റ്റുഡൻസ്, ഡോക്ടറാകാൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ധാരാളം ഹെൽപ്ഫുൾ ആയിട്ടുള്ള, അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന അനേകം ആപ്ലിക്കേഷൻസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. ആൻഡ് അവരുടെ യൂസേജിനും അവരുടെ സ്റ്റഡീസിനും പല രീതിയിലും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾക്ക് അവർക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു ടൂളായിട്ട് തന്നെയാണ് പലരും, എസ്പെഷ്യലി പ്രൊഫഷണൽസ്, ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇതിനെ ഇത്ര പവർഫുൾ ആക്കുന്ന അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതിൻ്റെ ഹാർഡ്വെയറും തന്നെയാണ്. കാരണം നമുക്ക് ഒരു കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ലാപ്പിൽ ചെയ്യാൻ പറ്റുന്ന ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്കിപ്പം ഐപാഡിലും ചെയ്യാൻ സാധിക്കും. ഐപാഡിൽ M1ൻ്റെ വരവോടെ തന്നെ ആ കാര്യത്തിൽ വളരെ വലിയ ചേഞ്ചുകൾ നമുക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ iPadOSലെ ക്രൗഡ് പുള്ളിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു. ആപ്പിൾ ഈ ഒരു ഫീച്ചർ സ്റ്റേജിൽ അനൗൺസ് ചെയ്തപ്പം വളരെ വലിയ കരഘോഷത്തോടെയാണ് നമ്മളെല്ലാവരും ഇതിനെ സ്വീകരിച്ചത്. ദാറ്റ്സ് ദ വൺ ആൻഡ് ഓൺലി സ്റ്റേജ് മാനേജർ. അപ്പോൾ ഈ ഒരു സ്റ്റേജ് മാനേജർ എന്ന് പറഞ്ഞ ഫീച്ചർ നമുക്ക് യൂസ് ചെയ്യാൻ ഇപ്പോൾ മാക്കിലും ഉണ്ട്, അതോടൊപ്പം തന്നെ iPadOSലും ഉണ്ട്. ഇത് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റിങ്സിൽ കൺട്രോൾ സെൻറ്ററിൽ പോവുക. കൺട്രോൾ സെൻറ്ററിൽ നമ്മൾ പോകുമ്പം നമുക്കിവിടെ കൺട്രോൾസ് ആഡ് ചെയ്യാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, സ്റ്റേജ് മാനേജർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫീച്ചർ ഏറ്റവും താഴെയായിട്ട് നമുക്ക് ആഡ് ചെയ്തേക്കുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഓപ്ഷനിലേക്ക് ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ആഡ് ചെയ്ത് മോർ കൺട്രോൾസിനകത്ത് പോയി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് കറൻ്റ്ലി M1 ആൻഡ് M2 പവർ ചെയ്യുന്ന iPadsൽ മാത്രമേ നമുക്ക് അവൈലബിൾ ഉള്ളൂ. അതായത് M1 iPad Pro, M1 iPad Air, അതോടൊപ്പം തന്നെ M2 iPad Pro ഈ ഡിവൈസുകളിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു സ്റ്റേജ് മാനേജർ എന്ന് പറഞ്ഞ ഫീച്ചർ ലഭിക്കത്തുള്ളൂ. സ്റ്റേജ് മാനേജർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് വൺസ് നമ്മൾ കൺട്രോൾ സെൻറ്ററിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് എനേബിൾ ചെയ്യാൻ സാധിക്കും. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് സ്റ്റേജ് മാനേജർ. അതായത് നമുക്ക് ഇതിൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസിനെ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ റീസൈസ് ചെയ്യാൻ സാധിക്കും, റീസൈസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ നമ്മൾ ഓരോ ആപ്ലിക്കേഷനെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസിനെയൊക്കെ നമ്മൾ റീസൈസ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ ഐപാഡിൽ ഇതുപോലെ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ ആപ്ലിക്കേഷൻസിനെ ഇങ്ങനെ റീസൈസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. നമുക്ക് ഒന്നിൽ കൂടുതൽ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസിനെ ഒരു ഒറ്റ വിൻഡോയിൽ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇതിൽ നിലവിൽ സ്റ്റേജ് മാനേജറിൽ നമുക്ക് അപ് ടു 4 ആപ്ലിക്കേഷൻസാണ് ആഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെ 3 ആപ്ലിക്കേഷൻസ് നമ്മൾ ആഡ് ചെയ്തു. ഇതിൽ നമ്മൾ ഇനി 5ാമത് ഒരു ആപ്പിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ വന്നിരിക്കുന്ന ആപ്പിനെ കിക്ക് ചെയ്ത് തിരിച്ച് ആ ഒരു സൈഡ് ബാറിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നീടുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് നേറ്റീവ്ലി സപ്പോർട്ടഡ് അല്ലാത്ത കുറേ ആപ്ലിക്കേഷൻസ് ഐപാഡിൽ നേരത്തെ നമ്മൾ യൂസ് ചെയ്യുമായിരുന്നു. ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാമൊക്കെ നമ്മൾ നേരത്തെ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും കുറേ ബ്ലാങ്ക് സ്പേസ് ഒക്കെ വരുമായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല. ഈ ഒരു സ്റ്റേജ് മാനേജർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഓരോ ആപ്ലിക്കേഷനെയും റീസൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ആപ്ലിക്കേഷനെ നമുക്കിപ്പം വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ലോക്ക് സ്ക്രീനിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ കാണാം കാര്യമായിട്ടുള്ളൊരു വലിയ ചേഞ്ച് ഒന്നും നമ്മൾ iOSൽ കണ്ട പോലെ ഒന്നും വലിയ ചേഞ്ച്, കസ്റ്റമൈസേഷൻ ഓപ്ഷനൊന്നും നമുക്ക് iPadOSൽ വന്നിട്ടില്ല. ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമുക്ക് യാതൊന്നും സംഭവിക്കത്തില്ല. ആകെ ലോക്ക് സ്ക്രീനിൽ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ആ ഒരു ടൈമിൻ്റെ ഫോണ്ടാണ്. ടൈം ഫോണ്ട് ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. കുറച്ചും കൂടെ ബോൾഡർ ആയിട്ടുള്ള, പ്രീവിയസ്ലി നമ്മൾ കണ്ടുവന്നിരുന്ന വളരെ സ്ലിം ആയിട്ടുള്ള ഒരു ഫോണ്ടായിരുന്നു, അത് മാറി ഇപ്പം ഒരു ബോൾഡ് ഫോണ്ടായിട്ടുണ്ട്. കസ്റ്റമൈസേഷൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം ഡിസ്പ്ലേ സ്കെയിലിങ്ങിന് M1 iPadsൽ നമുക്കൊരു അഡീഷണൽ ഓപ്ഷനും കൂടെ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മൾ സെറ്റിങ്സിൽ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് എന്ന ഓപ്ഷനിൽ ഏറ്റവും താഴെ നമ്മൾ ഡിസ്പ്ലേ സൂം എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു പുതിയ ഓപ്ഷനും കൂടെ ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ മോർ സ്പേസ് എന്ന ഓപ്ഷൻ. ആൻഡ് ഈ വർഷം മുതൽ ആപ്പിൾ ഇത്രയും കാലമില്ലാത്ത ഒരു ആപ്ലിക്കേഷനും കൂടെ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ വെതർ ആപ്പ്. നമ്മൾ ഐഫോണിൽ ഇത്ര നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫുള്ളി ഫ്ലെഡ്ജ് ആയിട്ടുള്ള ആ ഒരു വെതർ ആപ്പിനെ ആപ്പിൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് കാണാം ആ ലേഔട്ടും കാര്യങ്ങളൊക്കെ ആപ്പിൾ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. macOSലുള്ള പോലെ തന്നെയാണ് അതിൻ്റെ സ്ക്രീനും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം സൈഡിൽ നമുക്ക് ആ ഒരു
പ്രസിപ്പിറ്റേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കതിൽ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് പ്രസിപ്പിറ്റേഷൻ, ടെമ്പറേച്ചർ, എയർ ക്വാളിറ്റി ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ വെതർ ഫോർകാസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഫുൾ ഡീറ്റെയിൽസും നമ്മൾ ഐഫോണിൽ എങ്ങനെയാണോ നമ്മൾ ലഭിച്ചത് അതേപോലത്തെ സകല ഡീറ്റെയിൽസും ഇഞ്ച് ബൈ ഇഞ്ച് ഡീറ്റെയിൽസ് നമുക്കിവിടെ ലഭിക്കുന്നതാണ്. ഇനി വരാനുള്ള വെതർ ഫോർകാസ്റ്റിൻ്റെ ഡീറ്റെയിൽസും എല്ലാം സകലതും നമുക്കിവിടെ ലഭിക്കുന്നതാണ്. പിന്നീട് ഇതിൽ കൊണ്ടുവന്ന മറ്റൊരു ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ പോഡ്കാസ്റ്റ് ആപ്പിലാണ്. പോഡ്കാസ്റ്റ് ആപ്പ് കുറച്ചും കൂടെ ഇപ്പം ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് എല്ലാ കാര്യങ്ങളും മാക്കിലൊക്കെ എങ്ങനെയാണോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. താഴെ നമുക്ക് ഓരോ ഓപ്ഷൻസ് തന്നാൽ അതിലേക്ക് പോകുന്നതിന് വരും നമുക്കിവിടെ സൈഡ് ബാർ തന്നിട്ടുണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് നമുക്ക് ഓരോ ഓപ്ഷൻസിലേക്കും ബ്രൗസ് ചെയ്യാം. നമ്മുടെ ആപ്പിൾ മ്യൂസിക് എങ്ങനെയാണോ നമ്മൾ ഐപാഡിൽ യൂസ് ചെയ്യുന്നത് അതേ സെയിം സ്കീം തന്നെയാണ് ഇവിടെയും കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പോഡ്കാസ്റ്റ് ഒക്കെ സ്ഥിരം കേൾക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആപ്പിൾ പോഡ്കാസ്റ്റ് ഇപ്പം സെറ്റായിട്ടുണ്ട്. ഐപാഡിൽ വളരെ രസകരമായുള്ള രീതിയിൽ നമുക്ക് പോഡ്കാസ്റ്റ് ആപ്പിനെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് iPadOS ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ കുറച്ച് മാറ്റം എന്ന് പറയുന്നത് ഡെസ്ക്ടോപ്പ് ക്ലാസ് ആപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷനാലിറ്റിയാണ്. അതായത് നമ്മളിപ്പം നോട്ട്സ് ആപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഇതിൽ നമുക്ക് ഈ ഒരു 3 ഡോട്ടിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ടൂൾ ബാർ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു പുതിയ ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ടൂൾ ബാറിനെ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഇതേ സെയിം സാധനം നമുക്ക് നമ്മുടെ റിമൈൻഡേഴ്സ് ആപ്പിൽ നമ്മൾ ഈ ഒരു 3 ഡോട്ടിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കസ്റ്റമൈസ് ടൂൾ ബാർ എന്ന് പറഞ്ഞാൽ ആ ഒരു സെയിം ഫംഗ്ഷനാലിറ്റി ഇവിടെയും ലഭിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് ടൂൾ ബാറുകൾ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അവിടെ ഇവിടെയൊക്കെ പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് ഇതിൽ വന്ന മറ്റൊരു ചേഞ്ച് എന്ന് പറയുന്നത് നമ്മളുടെ ഫയൽസ് ആപ്പിലാണ്. ഫയൽസ് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കാണുന്ന പോലെ ഒരു ആപ്പിന് തന്നെ പല ഇൻസ്റ്റൻസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി ജസ്റ്റ് നമ്മൾ ആ ഒരു 3 ഡോട്ടിൽ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്കിവിടെ ആഡ് വിൻഡോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അതിൽ നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഏത് പേജാണോ വേണ്ടത് അത് നമുക്കിവിടെ ഈസി ആയിട്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് നമുക്ക് ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും നമുക്ക് പോകാൻ സാധിക്കുന്നതാണ്. പിന്നീട് ആപ്പിൾ ഇതിൽ കൊണ്ടുവന്ന മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ആപ്പിൾ പെൻസിൽ യൂസ് ചെയ്യുന്നവർക്കാണ്. അതായത് നമ്മളിപ്പം ആപ്പിൾ പെൻസിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഇത് ESRൻ്റെ ഒരു പെൻസിലാണ്. ഇത് നമുക്ക് ഐപാഡൊക്കെ ആയിട്ട് വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും യൂസ് ചെയ്യാം. ആപ്പിൾ പെൻസിലിന് അത്ര എക്സ്പെൻസീവും അല്ല. ഇതിനെപ്പറ്റി നമ്മൾ എന്തായാലും ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, റിവ്യൂ താമസിക്കാതെ ചെയ്യാം. അപ്പം നമ്മളിപ്പം സ്ക്രിബിൾ മോഡ് നമുക്ക് ഈ ആപ്പിൾ പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് സ്ക്രിബിൾ മോഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മളിവിടെ കാണുന്ന പോലെ സ്ക്രിബിൾ മോഡിൽ നമ്മളിപ്പം എന്തെങ്കിലും കാര്യങ്ങൾ എഴുതാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ബോക്സ് എക്സ്പാൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം അങ്ങനെ നമുക്ക് ടെക്സ്റ്റ് ബോക്സുകൾ എക്സ്പാൻഡ് ചെയ്യും ഓട്ടോമാറ്റിക്കലി നമ്മൾ സ്ക്രിബിൾ മോഡിൽ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മുടെ നോട്ട്സ് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഈ പെന്നിൻ്റെ ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പുതിയ 3 പെന്നുകൾ ആപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് ആ 3 പെന്നുകൾ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ അതിൽ നമുക്ക് ഫൗണ്ടൻ പെന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വാട്ടർ കളറിൻ്റെ ആ ഒരു പെന്നും ഇപ്പം അവൈലബിൾ ആണ്. നമ്മുടെ iOSലുള്ള പോലെ തന്നെ നമ്മുടെ മെസ്സേജസ് ആപ്പിലും നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഐഫോണിൽ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ iOSൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്കിവിടെ എഡിറ്റ് ഓപ്ഷനും അൺഡു ഓപ്ഷനും അവൈലബിൾ ആണ്. അപ്പോൾ എഡിറ്റ് ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ആ മെസ്സേജ് എഡിറ്റ് ചെയ്ത് വീണ്ടും റീസെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് സെറ്റിംഗ്സിൽ നമുക്ക് പുതിയൊരു ഗെയിം സെൻറ്റർ ഇൻ്റർഫേസ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഏറ്റവും താഴെ ഗെയിം സെൻറ്ററിൻ്റെ ഓപ്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവന്ന് വളരെ ഈസി ആയിട്ട് ഗെയിം സെൻറ്ററിൻ്റെ ഓരോ കാര്യങ്ങളും അറിയാൻ അല്ലെങ്കിൽ ഓപ്ഷൻസ് ഒക്കെ അറിയാൻ സാധിക്കും. അതിൽ നമുക്ക് അച്ചീവ്മെൻറ്റ്സ് എത്രയാണ്, ഫ്രണ്ട്സ് എത്രയുണ്ട്, അതിൻ്റെ ടോട്ടൽ സ്കോർ കാര്യങ്ങളൊക്കെ അറിയാം. അതോടൊപ്പം തന്നെ താഴെ അലോ ഫൈൻഡിങ് ബൈ ഫ്രണ്ട്സ്, റിക്വസ്റ്റ് ഫ്രം ഓൺലി കോൺടാക്ട്സ്, നിയർ ബൈ പ്ലേയേഴ്സ്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് നമുക്കിപ്പം അവൈലബിൾ ആണ്. ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം ആപ്പിൾ iPadOS 16 ഗെയിം മെറ്റൽ 3 ആണ് ആപ്പിൾ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗെയിമിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടെ പെർഫോമൻസ് ബൂസ്റ്റ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ iPadOSനെ പറ്റിയുള്ള വിശേഷങ്ങൾ. ആക്ച്വലി പറഞ്ഞാൽ iOS 16 എന്തൊക്കെയാണോ ചേഞ്ചസ് വന്നിരിക്കുന്നത് അതൊക്കെ ഓൾമോസ്റ്റ് ഈ ഒരു iPadOSൽ വന്നിട്ടുണ്ട്. iPadOSൻ്റെ എന്ന് പറയാൻ നമുക്ക് ഈ പറഞ്ഞ പോലെ M1 iPadൽ വന്നിരിക്കുന്ന സ്റ്റേജ് മാനേജർ അതുപോലുള്ള ഫംഗ്ഷനാലിറ്റീസേ ഉള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും വന്നിരിക്കുന്ന ഫീച്ചേഴ്സ് ചേഞ്ചസ് എല്ലാം തന്നെ ഓൾമോസ്റ്റ് iOS 16 സിമിലറാണ്. ചില ഫീച്ചേഴ്സുകൾ iOS 16 കൂടുതലുണ്ട്, എസ്പെഷ്യലി നമ്മുടെ ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷൻ, ഹോം സ്ക്രീൻ കസ്റ്റമൈസേഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഒഴിച്ച് നിർത്തിയാൽ നമ്മുടെ അടുത്ത അപ്ഡേറ്റിൽ iPadOS ആയാലും iOS ആയാലും 16.2 അപ്ഡേറ്റിൽ നമുക്ക് പുതിയൊരു ആപ്ലിക്കേഷൻ കൂടെ വരുന്നുണ്ട്, ഫ്രീ ഫോം എന്ന് പറയുന്നത്. ആപ്പിൾ അത് ജൂലൈയിൽ അനൗൺസ് ചെയ്തൊരു ഫീച്ചറായിരുന്നു. പക്ഷേ അത് അടുത്ത അപ്ഡേറ്റിലാണ് വരുന്നത്. അത് കിടു ഒരു ഫീച്ചർ തന്നെയാണ്. നമുക്ക് കൊളാബറേറ്റ് ചെയ്ത് കുറേ അധികം ആളുകൾക്ക് ഒരു വലിയൊരു ക്യാൻവാസിൽ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു അടിപൊളി ഫംഗ്ഷനാലിറ്റിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. ക്യാച്ച് നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ പീസ്.